ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് ദൈവത്തിന്റെ കരത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ ശ്വാസമൂതി മനുഷ്യൻ പുറത്തു വന്നപ്പോൾ ദൈവം കൊടുത്ത രണ്ട് കാര്യങ്ങൾ: ഒന്ന്, തേജസ്സിന്റെ വസ്ത്രം; രണ്ട്, ദൈവവുമായിട്ട് വിട്ടുപിരിയാൻ കഴിയാത്ത ബന്ധം. എന്നാൽ പാപം ചെയ്ത് ഏദൻ പൂങ്കാവനത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ അവർക്ക് നഷ്ടമായത് തേജസ്സും ദൈവവുമായിട്ടുള്ള ബന്ധം. നീണ്ട നാളുകൾ അനേകർ നിലവിളിച്ചു അപ്പന്റെ മുഖം ഒന്ന് കാണാൻ. മോശ പലപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞപ്പാ അപ്പന്റെ മുഖം കാണാൻ കൊതിക്കുന്നു. എന്നാൽ അനുവദിച്ചു കൊടുത്തില്ല. എന്നാൽ അപ്പന്റെ ഹൃദയത്തിലെ ആഗ്രഹം അപ്പന്റെ മക്കൾ തേജസ്സിൽ സഞ്ചരിക്കണം. അപ്പൻ തന്റെ സഹോദരനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഗതസമനയുടെ ആ അന്തരീക്ഷത്തിൽ ആ മകൻ അപ്പനോട് ചോദിച്ചു, അപ്പാ ഈ പാനപാത്രമെന്നിൽ നിന്നൊന്ന് മാറ്റിത്തരാമോ? ആ നിമിഷം അപ്പന്റെ ശബ്ദം ഇതായിരുന്നു, മോനെ, ഇത് എന്റെ ഹൃദയത്തിലെ പദ്ധതിയാണ്. മകൻ അപ്പനോട് പറഞ്ഞപ്പാ ഞാൻ ഏറ്റെടുക്കുക. തലയോടിടമെന്ന മറവേരുള്ള ആ മലമുകളിലേക്ക് വലിയ മരക്കുരിശുമായി നടന്നു നീങ്ങുമ്പോ ആ ഹൃദയത്തിൽ ഞാനും നിങ്ങളുമായിരുന്നു. അവിടെ വെച്ച് തകർക്കപ്പെട്ടപ്പോ പൈശാചിക മണ്ഡലങ്ങൾ പലതും പറഞ്ഞു, തേജസ് നഷ്ടപ്പെട്ട ഒരു തലമുറ എന്ന മുൻപിലുണ്ടെന്ന്. എന്നാൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു. ഉൽപ്പത്തിയിൽ നഷ്ടമായി പോയത്, ഉൽപ്പത്തി പുസ്തകത്തിൽ നഷ്ടപ്പെട്ടു പോയ തേജസ്, നഷ്ടപ്പെട്ടു പോയ ബന്ധം വെളിപ്പാടിൽ യോഹന്നാൻ തിരിച്ചു പിടിച്ചു. തേജോമയനായ കർത്താവിനെ യോഹന്നാൻ മുഖാമുഖമായി കാണുന്നു. യോഹന്നാൻ മുഖാമുഖമായി കാണുക. ആ മനുഷ്യന് ആ കർത്താവിനെ വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. തീർന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നഷ്ടമായി പോയ ബന്ധം അന്ന് റീകണക്ട് ചെയ്തു. ഇന്ന് പകലിൽ എന്റെ മുൻപിൽ നിൽക്കുന്ന ദൈവജനമേ, നീ മഹത്വത്തിൽ ചലിക്കുന്ന തലമുറയാ. നിനക്ക് മറ്റൊരു ഓഫർ കൂടെ കർത്താവ് തന്നു. പഴയ ദൈവ തലമുറ തിരശ്ശീലയ്ക്ക് പുറത്തു നിന്നപ്പോ ആ തിരശ്ശീലയെ ദൈവം മാറ്റി. മോനെ കയറി വാ, എന്റെ മാർവോട് നീ ചേർന്നിരിക്കുക. അപ്പന്റെ സാന്നിധ്യത്തിൽ ചലിക്കാൻ നീ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ ചലിക്കാത്തതും ചലിക്കാൻ തുടങ്ങും.